ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത എപ്പിസോഡും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ഹൈപ്പ് എന്ന് സപ്പോർട്ട് ചെയ്യണേ. നീലിമയുടെ അമ്മ മരിച്ചു പോയെങ്കിലും അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണ് സത്യഭാമ. അവരുടെ മോളാണ് അഞ്ജലി, അതായത് നീലിമയുടെ അനിയത്തി. നീലിമയുടെ മരിച്ചുപോയ അമ്മയെ അച്ഛൻ വാസുദേവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് സത്യഭാമക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ? ഞാനും നിങ്ങളുടെ ഭാര്യയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. എന്നിട്ടും നിങ്ങൾ എപ്പോഴും ആ സ്ത്രീയെ ഓർത്തിരിക്കുകയാണോ? അത് അത്ര നല്ലതല്ല, പറഞ്ഞേക്കാം. അതുപോലെ ആ നീലിമ, അവളും ഭയങ്കര വാശിക്കാരിയാണ്. അവളെ അമ്മയെപ്പോലെ തന്നെ, സത്യഭാമ പറഞ്ഞു. ഇത് കേട്ട് വാസുദേവന്റെ മുഖം ചുവന്നു. അഞ്ജലിയും അവളുടെ അമ്മയുടെ പക്ഷത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ വഴക്കിനിടയിൽ ഇടപെടാൻ അവൾ തീരുമാനിച്ചു. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? മരിച്ചവരെ ചീത്ത വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. നമുക്ക് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ചിന്തിക്ക്, അഞ്ജലി പറഞ്ഞു. കാരണം അത് അവളുടെ കൂടി ആവശ്യമായിരുന്നു. സത്യഭാമ മകളുടെ സംസാരം കേട്ട് ഒന്ന് ശാന്തയായി. പക്ഷേ വാസുദേവൻ തികച്ചും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അയാൾ കുറച്ച് മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിസിനസ്സിൽ സിദ്ധാർത്ഥിനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിൽ അതിനുള്ള പണവുമില്ല. സത്യത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ് ഞാനുള്ളത്, വാസുദേവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അഞ്ജലി പുച്ഛത്തോടെ അച്ഛനെ നോക്കി. അപ്പോഴും ഈ അനുഭവിക്കുന്നതൊന്നും വിധിയായി തള്ളിക്കളയാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾക്ക് നീലിമയോട് കടുത്ത വിരോധം തോന്നി. ഒപ്പം സിദ്ധാർത്ഥിനെ പോലുള്ള ഒരു വ്യക്തിയെ പ്രണയിനിയായതിൽ അവളോട് നല്ല അസൂയയും ദേഷ്യവും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള വാർത്ത അവളും കേട്ടിരുന്നു. ലാവണ്യയുടെയും സിദ്ധാർത്ഥിന്റെയും വിവാഹ വാർത്ത. അങ്ങനെയെങ്കിൽ നീലിമയുടെ സ്വപ്നം തകർന്നിട്ടുണ്ടാവും. അവൾക്ക് അതാലോചിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം നീലിമയുടെ പരാജയം അവളുടെ വിജയമായി അഞ്ജലി കരുതി. ദേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നീലിമ ഇപ്പോൾ ഉള്ളത് സിദ്ധാർത്ഥിനൊപ്പമല്ലേ? നമുക്ക് അവളോട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ അവളുടെ അച്ഛനല്ലേ? അപ്പോ നിങ്ങളെ ഈ അവസ്ഥയിൽ സഹായിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഇടയ്ക്ക് സത്യഭാമ വാസുദേവനെ നോക്കി പറഞ്ഞു. അയാൾ ദേഷ്യപ്പെട്ട് ഭാര്യയെ തുറപ്പിച്ചു നോക്കി. ഒരിക്കൽ നീലിമയെ ഭൈരവിന്റെ ക്ലബിലേക്ക് വിറ്റതാണ്, അതും സത്യഭാമയുടെ നിർബന്ധപ്രകാരം. അതിലൂടെ സിദ്ധാർത്ഥിന്റെ ശത്രുത ആവുവോളം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി ഒരിക്കലും നടപ്പിലാക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. സത്യഭാമയുടെ വാക്ക് കേട്ട് ഓരോന്നും ചെയ്തു കൂട്ടിയത് കൊണ്ട് തന്നെ വാസുദേവന് ശരിക്കും കുറ്റബോധം തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ ഇതിനെ പറ്റിയിട്ട് നീലിമയോട് പോയി സംസാരിക്കണമല്ലേ? നീ നടക്കുന്ന വല്ല കാര്യം പറ, അയാൾ അമർഷത്തോടുകൂടെ പിറുപിറുത്തു. നിങ്ങൾ എന്തിനാ ഇത്ര മടി കാണിക്കുന്നത്? നിങ്ങളുടെ മകള് തന്നെയല്ലേ നീലിമ? അവൾ കാരണമാണ് ഈ കുടുംബത്തിന് ഈ അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനോട് അവൾക്കൊരു ബാധ്യതയുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്യട്ടെ, സത്യഭാമ യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ അയാൾ ഭാര്യയെ ഒട്ടും തന്നെ ഗൗനിച്ചില്ല. ഈ സമയത്ത് പണത്തിന് ആവശ്യമുണ്ട്. പക്ഷേ ഇനിയുള്ള ആത്മാഭിമാനം ആർക്കു മുന്നിലും അടിയറവ് വെക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അതിപ്പോൾ നീലിമയുടെ മുൻപിലാണെങ്കിൽ പോലും. അവർ മൂന്നു പേർക്കുമിടയിൽ വല്ലാത്തൊരു സംഘർഷം നിറഞ്ഞു. അച്ഛ, അവളെ കൊണ്ട് ഇനി ഒരു ഉപകാരവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീലിമക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയത്. കാരണം സിദ്ധാർത്ഥ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുവാണ്. ന്യൂസിലൊക്കെ അതിനെ പറ്റിയിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതിനർത്ഥം സിദ്ധാർത്ഥ് നീലിമയെ ഒഴിവാക്കിയെന്നല്ലേ? പിന്നെ ഈ ഇടയായി അവളെ കാണാനില്ലെന്ന് പറയുന്നത് കേട്ടു, പെട്ടെന്ന് അഞ്ജലി പറഞ്ഞു. അത് കേട്ടതോടുകൂടെ വാസുദേവനും സത്യഭാമയും സ്തംഭിച്ചു നിന്നു. എന്ത്? നീ എന്താ പറഞ്ഞത്? നീലിമയെ കാണാനില്ലെന്നോ? സത്യഭാമ ഞെട്ടലോടെ ചോദിച്ചു. ആ അമ്മേ, നീലിമ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അഞ്ജലി പറഞ്ഞു. ആ, അപ്പൊ സിദ്ധാർത്ഥ മിടുക്കനാണ്. ഇപ്പോഴായിരിക്കും അവന് അവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയതായിരിക്കും. അല്ലെങ്കിലും അവൾക്കൊരല്പം കൂടുതലാ. അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായിരിക്കും ഇത്, സത്യഭാമ അഭിപ്രായപ്പെട്ടു. മറ്റൊരാളെ എങ്ങനെ ചതിച്ചിട്ട് എന്താ കാര്യം? നമ്മളിപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയല്ലേ? ഇടയ്ക്ക് നിർവികാരനായി വാസുദേവൻ പറഞ്ഞു. അതിനു മറുപടിയായി സത്യഭാമക്കോ അഞ്ജലിക്കോ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അവർക്കിടയിൽ കനത്ത നിശബ്ദത നിറഞ്ഞു. ഓരോരുത്തരും ഓരോ ചിന്തകളിൽ അകപ്പെട്ടിരുന്നു. ആ സമയത്താണ് വാസുദേവന്റെ ഫോൺ റിംഗ് ചെയ്തത്. അയാൾ ഫോണിലേക്ക് നോക്കി. പെട്ടെന്ന് അയാളുടെ മുഖത്ത് മാന്യമായൊരു ഭാവം നിറഞ്ഞു.
അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ആ ശരി, ഞാൻ അഞ്ജലിയോട് പറഞ്ഞേക്കാം. നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സമയവും അറേഞ്ച് ചെയ്തു. മറുപുറത്തു നിന്നും സംസാരത്തിന് അയാൾ പ്രതികരിച്ചു. ആ ശരി, നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഞാൻ ചെയ്യാം. അയാൾ വീണ്ടും വിനയത്തോടെ മറുപടി നൽകി. പിന്നെ ഫോണ് കട്ട് ചെയ്തു. അഞ്ജലിയും സത്യഭാമയും അയാളെ സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ അച്ഛ വിളിച്ചത്? അഞ്ജലി ചോദിച്ചു. ആദ്യമാകുമോ എന്നൊരു ഭയം അവളിൽ ഉണ്ടായിരുന്നു. അഞ്ജലി, അത് ഭൈരവിന്റെ സെക്രട്ടറിയാണ്. ഭൈരവിനെ നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് വിളിച്ചതാണ്, വാസുദേവൻ പറഞ്ഞു. അയാൾക്ക് എന്നോട് എന്ത് സംസാരിക്കാനാ? അഞ്ജലി ആശങ്കയോടെ ചോദിച്ചു. ഇനിയിപ്പോ ഭൈരവിന് അഞ്ജലിയെ ഇഷ്ടപ്പെട്ടോ? അവളെ വിവാഹം കഴിക്കാൻ അവന് താല്പര്യമുണ്ടാകുമോ? അതിനു വേണ്ടിയിട്ടായിരിക്കോ അഞ്ജലിയെ വിളിപ്പിച്ചത്? പെട്ടെന്ന് സത്യഭാമ ആവേശത്തോടെ ചോദിച്ചു. വാസുദേവനും അഞ്ജലിയും അത് കേട്ട് ഒരുപോലെ ഞെട്ടി. നീ എന്താ ഈ പറയുന്നത് ഭാമേ? ആദ്യം അഞ്ജലിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ? വാസുദേവൻ ചോദിച്ചു. അതിപ്പോ വാസുവേട്ടാ, ഈ ഭൈരവും സിദ്ധാർത്ഥിനെ പോലെ സമ്പന്നനല്ലേ? അപ്പോൾ അയാളുമായി അഞ്ജലിയുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ മോള് രക്ഷപ്പെടില്ലേ? നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, സത്യഭാമ ആവേശത്തോടെ പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ട് അഞ്ജലിയുടെ കണ്ണുകൾ വിടർന്നു. ഭൈരവിനെ അവൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ടിവിയിലൂടെ പലതവണ അവൾ അവനെ കണ്ടിട്ടുണ്ട്. അവനും സമ്പന്നനായ ഒരു വ്യക്തിയാണ്, കൂടാതെ കാണാനും സുന്ദരൻ. അങ്ങനെയുള്ള ആളെ വിവാഹം കഴിക്കാൻ പറ്റുന്നത് ഭാഗ്യമാണ്. ഇതെല്ലാം അവൾ മനസ്സിൽ ചിന്തിച്ചെങ്കിലും അതൊന്നും പുറത്തേക്ക് പറഞ്ഞില്ല. അമ്മേ, ഇതെന്തൊക്കെയായി പറയുന്നത്? ഞാൻ സ്നേഹിക്കുന്നത് ആദിയാണ്. മനസ്സിലെ മോഹം മടക്കി പിടിച്ചുകൊണ്ട് തന്നെ അഞ്ജലി പറഞ്ഞു. അതിന് സത്യഭാമ എന്തോ പറയാൻ വന്നു. പക്ഷേ ഇടയിൽ വാസുദേവൻ കയറിയിരുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊന്നും തൽക്കാലത്തേക്ക് വേണ്ട, അയാൾ ശക്തമായി പറഞ്ഞു. തൽക്കാലം അയാളെ കാണാൻ പോകാൻ നോക്ക്. അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം കേൾക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. പിന്നെ നിന്റെ വേഷമൊക്കെ നന്നായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അയാൾ ഒരു ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞു. ഭൈരവനെ പറ്റി വാസുദേവന് നേരിട്ട് അറിയാവുന്നതാണ്. ഇതേ സമയത്തന്നെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ. ആ ദിവസം വീക്കെൻഡ് ആയിരുന്നു. അതിനാൽ സിദ്ധാർത്ഥിന് ഓഫീസിൽ പോകാനില്ലായിരുന്നു. സിദ്ധാർത്ഥ് എഴുന്നേറ്റ് അശ്വിന്റെ റൂമിലേക്ക് ചെന്നു. ഇന്നത്തെ അവന്റെ ദിവസം മുഴുവൻ അശ്വിന് വേണ്ടിയുള്ളതായിരുന്നു. അവനോടൊപ്പം കളിക്കാൻ സിദ്ധാർത്ഥ് തീരുമാനിച്ചു. ഒപ്പം അതിലൂടെ അശ്വിന്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. സിദ്ധാർത്ഥ് അശ്വിന്റെ റൂമിൽ പലതവണ മുട്ടിയെങ്കിലും അവൻ ഡോർ തുറന്നില്ല. സിദ്ധാർത്ഥിനൊരൽപ്പം ആശങ്ക തോന്നി. ഇന്നലെ അശ്വിൻ വളരെയധികം ക്ഷീണിതനായിരുന്നു എന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടാവോ? ആ ചിന്തയിൽ സിദ്ധാർത്ഥ് ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി. അശ്വിൻ തലയിൽ കൈവച്ച് വേദനയോടെ ചുരുണ്ടുകൂടി കിടക്കുന്നത് അവൻ കണ്ടു. സിദ്ധാർത്ഥ് വേഗം തന്നെ അവന്റെ അരികിലേക്ക് എത്തി. അച്ചു, മോനെ എന്തു പറ്റി? സിദ്ധാർത്ഥ് വെപ്രാളത്തോടെ ചോദിച്ചു. കുട്ടി കൂടുതൽ വേദനയോടെ ഞെരുങ്ങി. സിദ്ധാർത്ഥിൽ പരിഭ്രാന്തി നിറഞ്ഞു. അവൻ വേഗത്തിൽ അശ്വിനെ കൈകളിലേക്ക് കോരിയെടുത്ത് താഴെ കൂടി. അതിനിടയിൽ തന്നെ അവൻ ഡോക്ടറെ കാര്യങ്ങൾ വിളിച്ചറിയിച്ചിരുന്നു. എന്താ എന്താ അശ്വിനെ പറ്റിയേ? അശ്വിനെയും കൊണ്ടുവരുന്ന സിദ്ധാർത്ഥിനെ വരവ് കണ്ട് മല്ലികാമ ആശങ്കയോടെ ചോദിച്ചു. ഒപ്പം അവർ ഓടി അരികിലേക്കെത്തി. സിദ്ധാർത്ഥിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ തീർത്തും നിസ്സഹായത നിറഞ്ഞു. വൈകാതെ തന്നെ അവിടെ ഡോക്ടർ എത്തി. അശ്വിനെ പരിശോധിച്ച ഡോക്ടറുടെ മുഖം വളരെയധികം ഗൗരവത്തിലായിരുന്നു. എന്താ ഡോക്ടർ, അച്ചുവിന് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആകെ ടെൻഷനോട് കൂടി തന്നെ കനത്ത സ്വരത്തിൽ സിദ്ധാർത്ഥ് ചോദിച്ചു. ഒറ്റ നോട്ടത്തിൽ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഡ്രഗ്സ് കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് തോന്നുന്നു. ചിലപ്പോൾ അശ്വിൻ എന്തെങ്കിലും ഓർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തലവേദന അധികമായതാണ്, ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം അശ്വിന് തൽക്കാലത്തേക്കുള്ള ഒരു മരുന്ന് നൽകി. അത് അവന്റെ മുഖം ശാന്തമാക്കി. പിന്നെ അവൻ ഒരു ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. മല്ലികാമ അശ്വിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ അടുത്തു നിന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം സിദ്ധാർത്ഥ് കുട്ടിയുടെ അരികിൽ വന്നിരുന്നു. വേദനയുടെ കാഠിന്യത്താൽ അശ്വിന്റെ മുഖം നന്നേ ക്ഷീണിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് നിസ്സഹായത നിറഞ്ഞു. സിദ്ധാർത്ഥ് മല്ലികാമയെ നോക്കി. അവർ വിഷമത്തോടെ അശ്വിന്റെ തലയിൽ തഴുകുകയായിരുന്നു. മല്ലികാമേ, അച്ചുവിന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്തായിരിക്കും കാരണം? മല്ലികാമയ്ക്ക് എന്തെങ്കിലും അറിയാമോ? സിദ്ധാർത്ഥം അല്പം പരുഷമായി ചോദിച്ചു. എനിക്കറിയില്ല. ഇന്നലെ വരെ മോൻ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ വൈകിട്ട് അവൻ നല്ല ക്ഷീണമുള്ളതുപോലെയൊക്കെ തോന്നി. മുഖത്തൊക്കെ ഭയങ്കര സങ്കടം. പിന്നെ രാത്രിയിൽ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നി. പക്ഷേ മുൻപൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല, മല്ലികാമ പറഞ്ഞു. സിദ്ധാർത്ഥ് പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കട്ടെ, മോൻ ഇതെന്താ പറ്റിയേ? എന്നോടൊന്ന് പറയാമോ? മല്ലികാമ ഇടർച്ചയോടെ ചോദിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സിദ്ധാർത്ഥിന് അവരോട് സഹതാപം തോന്നി.
മല്ലികാമ്മ വിഷമിക്കാതെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കൊന്ന് അന്വേഷിക്കട്ടെ. അതിനുശേഷം ഞാൻ എല്ലാം മല്ലികാമ്മയോട് പറയാം. തൽക്കാലം മല്ലികാമ്മയും മോനെ ഒന്ന് ശ്രദ്ധിക്കണം. സിദ്ധാർത്ഥ് അതിൽ കൂടുതലൊന്നും പറയില്ലെന്ന് മല്ലികാമ്മക്ക് മനസ്സിലായിരുന്നു. സിദ്ധാർത്ഥിനോട് തർക്കിക്കാനോ അവനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും മല്ലികാമ്മക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ അവനെ നന്നായി നോക്കിക്കോളാമെന്ന് മല്ലികാമ്മ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി. സിദ്ധാർത്ഥ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് മല്ലികാമ്മക്കറിയാം. തൽക്കാലം തന്നെ ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്യണം. അശ്വിനെ നന്നായിട്ട് പരിചരിക്കണം. ഇനി ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതെ നോക്കണം. അവന് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പറ്റിയിട്ട് അവർക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അവർ അശ്വിന്റെ മുഖത്ത് നോക്കിയിട്ട് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സിദ്ധാർത്ഥ തിരികെ അവരെയും വിട്ടു നേരെ സ്റ്റഡി റൂമിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ അവനെ കാത്തു മനീഷ് നിൽക്കുന്നുണ്ട്. എന്താ മനീഷ്, പ്രത്യേകിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? സിദ്ധാർത്ഥ് കനത്ത ശബ്ദത്തിൽ അന്വേഷിച്ചു. ബോസ് വളരെയധികം ടെൻഷനിലാണെന്ന് മനീഷിന് മനസ്സിലായിരുന്നു. നാഗ്നത്തിലെ ആളുകൾ ഇപ്പോഴും ലാവണ്യ മേഡത്തെയും അവരുടെ ആളുകളെയും നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അടുത്തിടെ അവർ പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. മാത്രമല്ല അവരുടെ ആളുകളെല്ലാം ലാവണ്യ മാഡം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അവർ എന്തിനെയോ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മനീഷ് പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ് അമ്പരന്ന് നോക്കി. ലാവണ്യ ആരെങ്കിലും ഈ അടുത്ത് മീറ്റ് ചെയ്തിരുന്നോ? സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു. യെസ് ബോസ്, ഹേമന്ത് സാറിനെ ഈ അടുത്ത് മീറ്റ് ചെയ്തതായി നമ്മുടെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനീഷ് മറുപടി നൽകി. ഹേമന്തിന്റെ പേര് കേട്ട് സിദ്ധാർത്ഥിന്റെ അമ്പരപ്പ് ഇരട്ടിച്ചതായി മനീഷിന് തോന്നി. ശരിക്കും ഹേമന്തുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ബോസ്, അതൊരു സംശയം മാത്രമാണ്. പക്ഷേ നമ്മൾ എല്ലാ സാധ്യതകളും പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഹേമന്തിനെയും ഫോളോ ചെയ്യുന്നുണ്ട്, മനീഷ് പറഞ്ഞു. സിദ്ധാർത്ഥ് സംതൃപ്തിയോടെ തലയാട്ടി. ഹേമന്തിന് ലാവണ്യെ ഇഷ്ടമാണെന്ന് സിദ്ധാർത്ഥിനറിയാം. ഈ അടുത്ത് ഇരുവരും കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ ഹേമന്തിന് ലാവണ്യയുടെ നീക്കങ്ങൾ അറിയാമായിരിക്കുമെന്ന് സിദ്ധാർത്ഥിന് ഉറപ്പായി. എത്രയും പെട്ടെന്ന് തന്നെ ഹേമന്തുമായി മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, സിദ്ധാർത്ഥ് പറഞ്ഞു. തീർച്ചയായിട്ടും ബോസ്, മനീഷ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തു. ശേഷം ഇരുവരും ശ്രീശൈലത്തിന്റെ ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. അരമണിക്കൂർ കൊണ്ട് തന്നെ ഹേമന്തിന്റെ ഓഫീസിൽ രണ്ടുപേരും എത്തിയിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ സിദ്ധാർത്ഥ് ആ കെട്ടിടത്തിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. ഹേമന്തുമായി ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. പക്ഷേ ഇന്നേ വരെ ഹേമന്ത് ഒരിക്കൽ പോലും സിദ്ധാർത്ഥിനെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിച്ചിട്ടില്ല. ഇരുവരുടെയും സൗഹൃദത്തിന് ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന് ഹേമന്ത് ഇപ്പോൾ വഴി തെറ്റി സഞ്ചരിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നി തുടങ്ങിയിരുന്നു. അവൻ മനീഷിനൊപ്പം ഓഫീസിനകത്തേക്ക് കയറിപ്പോയി. അവിടെയുള്ള എല്ലാവരും സിദ്ധാർത്ഥിനെ തിരിച്ചറിഞ്ഞിരുന്നു. അവരുടെ മുഖത്തെല്ലാം അമ്പരപ്പ് നിറഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് നേരെ ഹേമന്തിന്റെ ഓഫീസ് റൂമിലേക്ക് കയറി. ആ, സിദ്ധു എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നോ? സർപ്രൈസ് ആണല്ലോ, വാ ഇരിക്ക്, ആശ്ചര്യം മറച്ചു വെക്കാതെ അവൻ ചോദിച്ചു. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. പിന്നാലെ ഹേമന്തും അവനൊപ്പം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിരുന്നു. സിദ്ധാർത്ഥ് അവനെ അടിമുടി ഒന്ന് നിരീക്ഷിച്ചു നോക്കി. ഹേമന്തിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രകടമായിരുന്നു. ആകെ ക്ഷീണിച്ച് വിളറി വെളുത്ത് വല്ലാത്തൊരു കോലം. നമ്മൾ തമ്മിൽ കണ്ടു പിരിഞ്ഞിട്ട് അധികമായല്ലോ ഹേമന്ത്, അതിനിടെ നിനക്ക് എന്താ സംഭവിച്ചത്? ആകെ കോലം കെട്ടല്ലോ, സിദ്ധാർത്ഥ് ചോദിച്ചു. എനിക്കറിയില്ലടാ, ചിലപ്പോ ജോലി തിരക്ക് കൊണ്ടായിരിക്കും. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അതിനെ പറ്റിയിട്ട് നിന്നോട് പറയാം, അവൻ പുഞ്ചിരിയോടെ നിസാരമായി പറഞ്ഞു. ആ വാക്കുകൾ വിഷമവും നിസ്സഹായതയും ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് സിദ്ധാർത്ഥിന് എളുപ്പം മനസ്സിലായി. സീരിയസ്ലി ഹേമന്ത്, നീ അപ്പോ ഇവിടുത്തെ ജോലിയൊക്കെ കാര്യേറ്റെടുത്തോ? ശരിക്കും അത്ഭുതമാണല്ലോ, സിദ്ധാർത്ഥ് അവനെ കളിയാക്കി. കാരണം ഹേമന്തിനൊരിക്കലും ഈ ജോലി ഇഷ്ടമായിരുന്നില്ല. അവൻ ചിരിയോടെ സിഗരറ്റ് കാഞ്ഞു വലിച്ചു. പിന്നെ സിദ്ധാർത്ഥിനെ നോക്കി. എന്തു ചെയ്യാൻ, എല്ലാം കഷ്ടപ്പാട് തന്നെ. ലൈഫ് എന്ന് പറയുന്നത് തന്നെ അൺപ്രഡിക്റ്റബിൾ അല്ലേ? പക്ഷേ ഞാൻ മാത്രമല്ലല്ലോ, നീയും അങ്ങനെ തന്നെയല്ലേ? എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നീ ഇതേ ഇവിടെ വരെ എത്തിയില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. സാധാരണ ഞാൻ അങ്ങോട്ടല്ലേ വരാറ്, ഹേമന്ത് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, ചില സാഹചര്യങ്ങൾ എല്ലാം മാറി മറയും. എനിക്കിപ്പോൾ നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, സിദ്ധാർത്ഥ് സത്യസന്ധമായി മറുപടി നൽകി. കാര്യം മനസ്സിലായതുപോലെ ഹേമന്ത് ചിരിച്ചു. പിന്നെ സിഗരറ്റ് കുത്തിക്കെടുത്തി. നീ സംശയിക്കുന്നത് പോലെ ലാവണ്യ ചെയ്ത കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം എൻ്റെ മനസ്സിൽ നല്ല ഭാരമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ സോറി, എനിക്കതൊന്നും നിന്നോടിപ്പോൾ ഷെയർ ചെയ്യാൻ കഴിയില്ല, ഹേമന്ത് പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് നെറ്റി ചുളിച്ചു. ഹേമന്ത് വീണ്ടും തുടർന്നു. ബട്ട് ഐ ആം പ്രോമിസിങ് യു, ലാവണ്യയുടെ ഭാഗത്ത് നിന്നും തൽക്കാലത്തേക്ക് നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതിപ്പോ നീലിമക്കായാലും ശരി, അച്ചുവിനായാലും ശരി.
അവൻ നല്ല വിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് പരിഹാസത്തോടെ ചിരിച്ചു. അവളെ നിയന്ത്രിക്കാൻ മാത്രമുള്ള പവറൊക്കെ നിനക്കിപ്പോൾ ഉണ്ടോ? ശരി, ഓക്കെ ഫൈൻ. നീ ഇപ്പോഴും ലാവണ്യെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അവളെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഹേമന്തിന്റെ ഹൃദയമൊന്ന് പിടഞ്ഞു. പ്ലീസ് ലീവ് ഇറ്റ് സിദ്ധാർത്ഥ്, നീ ഇതിനെ പറ്റിയിട്ട് എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഹേമന്തിന്റെ സ്വരത്തിൽ ദയനീയത കളർന്നു. അതോടെ സിദ്ധാർത്ഥ് അമർഷത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ പിന്തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും പോയി. കാരണം ഹേമന്തിനെ ഫോഴ്സ് ചെയ്യാനും വിഷമിപ്പിക്കാനും സിദ്ധാർത്ഥിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇനി ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയാൽ ഇപ്പോൾ കാണിച്ച ഈ അനുകമ്പ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇനി ഹേമന്ത് കാണാൻ ഇടവരാതിരിക്കട്ടെ എന്ന് സിദ്ധാർത്ഥ് ആ നിമിഷം ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു. അങ്ങനെ സിദ്ധാർത്ഥ് അവിടെ നിന്നും ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.